കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഏറ്റവും അധികം പ്രാവശ്യം ഉരുവിട്ട വാക്കുകളാണ് ക്ഷമിപ്പിൻ, ക്ഷമിക്കുക. ആരോട് ക്ഷമിക്കുക? എന്റെ കടക്കാരോട് ഞാൻ ക്ഷമിക്കുന്നത് പോലെ ദൈവം എന്നോട് ക്ഷമിക്കണം. യേശുവിന്റെ പ്രാർത്ഥനകൾ എടുത്തു നോക്കിയേ. അതിനകത്ത് കർത്താവ് വളരെ ശക്തമായി പറയുകയാണ് അല്ലേ? കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന, ഇവണ്ണം നിങ്ങൾ എന്ത് ചെയ്യുവിൻ? പ്രാർത്ഥിപ്പിനെന്ന. ഇവണ്ണം നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഒരു മഹാനായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഫ്രാൻസിസ് എന്ന അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ കുടുംബ പ്രാർത്ഥനകളിൽ ഈ പ്രാർത്ഥന ഉരുവിടാറുണ്ടായിരുന്നു. ഏത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന ആ പ്രാർത്ഥന ഉരുവിടാറുണ്ടായിരുന്നു. പക്ഷെ എല്ലാ ദിവസവും തൻ്റെ ആ പ്രാർത്ഥന, അതായത് കർത്താവ് പഠിപ്പിച്ച ആ പ്രാർത്ഥന ഉരുവിടുന്ന സമയമാകുമ്പോൾ അദ്ദേഹം ആ പ്രാർത്ഥനയിൽ നിന്ന് എഴുന്നേറ്റ് പോകുമായിരുന്നു. ഒരിക്കൽ തൻ്റെ മകൻ തന്നോട് ചോദിച്ചു, പപ്പ, എന്തുകൊണ്ടാണ് ഈ സമയത്ത്, ഈ കർത്താവിൻ്റെ പ്രാർത്ഥന ഉരുവിടുന്ന സമയത്ത് പപ്പ എഴുന്നേറ്റ് പോകുന്ന എന്തുകൊണ്ടാ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതായിരുന്നു, മോനെ, എൻ്റെ കടക്കാരോട് എനിക്ക് ക്ഷമിക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. എന്നെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യം ഞാൻ കള്ളത്തരം പറഞ്ഞ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയില്ല മോനെ, അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് പോകുന്നത്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്കായിരുന്നു അത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 12, 14, 15 വാക്യങ്ങളിൽ നമ്മൾ ആ ഭാഗം വായിക്കുന്നുണ്ട്. എടുത്തെങ്കിൽ ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ വായിച്ചോളൂ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. നോക്ക് പ്രിയരെ, എൻ്റെ കടക്കാരോട്, എന്നോട് കടപ്പെട്ടവനോട്, എന്നോട് തെറ്റ് ചെയ്തവനോട്, എന്നെ ഉപദ്രവിച്ചവനോട്, എന്നെ പരിഹസിച്ചവനോട്, എനിക്കെതിരായി നിന്നവനോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തിങ്കൽ നിന്ന് ഞാനും ക്ഷമ പ്രതീക്ഷിക്കരുത്.